ദേ ഗെയ്സ് ഈ ഇൻട്രൊഡക്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിലും കണ്ട പോലെ ഇന്ന് എൻ്റെ ഒരു പനി ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയാണ്. അപ്പോൾ നിങ്ങൾ കരുതുന്നത് കഞ്ഞിയും പയറുമാണെന്ന്. നോ ഗെയ്സ്, ഞാൻ നല്ലപോലെ ഫുഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്കത് കാണാം. വീട്ടിലായതുകൊണ്ട് തന്നെ എണ്ണീറ്റ് വന്നപ്പോൾ എല്ലാം റെഡിയായിരുന്നു. എനിക്കൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. പിന്നെ ഏട്ടനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഉത്സവം ആയതുകൊണ്ടും പിന്നെ പനി ആയതുകൊണ്ടും ഒരു 3 ദിവസം മുന്നേ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കമ്മ കഞ്ഞി ഉണ്ടാക്കിയെങ്കിലും ഏട്ടനുണ്ടാക്കിയ ചപ്പാത്തി മുട്ടക്കറി തന്നെയായിരുന്നു എൻ്റെ കണ്ണ്. അതുകൊണ്ട് ഞാൻ 2 ചപ്പാത്തിയും ഒരു ചായയും കഴിച്ചു. ഏട്ടൻ സൈഡിൽ നിന്ന് ഫുഡ് അടിക്കുന്നുണ്ട്. വാട്ട് ഐ ഈറ്റിൻ്റെ പനിയുടെ ആയതുകൊണ്ട് തന്നെ ഗുളിക മസ്റ്റ് ബിഗിലെ. അപ്പം ഞാൻ അത് കഴിഞ്ഞ് രാവിലത്തെ ഗുളികയൊക്കെ കഴിച്ചു. പിന്നെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ വായിക്ക് ഭയങ്കര കയ്പ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ കടയിൽ പോയി നോക്കി എന്തെങ്കിലും മിഠായി ഉണ്ടോയെന്ന്. അപ്പം കിട്ടിയ സാധനമാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പനി ആയതുകൊണ്ട് വായിക്ക് കയ്പ്പായതുകൊണ്ടോ ആണോ എന്ന് അറിയത്തില്ല. അപ്പം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര രുചി തോന്നി. ഞാനതൊരു 3-4 എണ്ണം അന്നത്തെ ദിവസം തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ അത് കഴിക്കുമായിരുന്നു. അതിൻ്റെ നടുക്ക് സ്ട്രോബെറിയുടെ എന്തൊരു ഫില്ലിംഗ് ഉണ്ട്. നമ്മുടെ മിൽക്കി ബാറിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് ചപ്പാത്തി ഒന്നും കഴിക്കണ്ട, കഞ്ഞി കുടിച്ചാൽ മതി. പക്ഷേ എനിക്ക് സൈഡ് ഡിഷുകൾ ഒരുപാടുണ്ടായിരുന്നു ഗൈസ്. അപ്പം കാരണം പിറ്റേ ദിവസം ഉത്സവമാണ്. അപ്പം ഉത്സവത്തിനായിട്ട് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന്മേട് പറഞ്ഞ് അതിൽ നിന്ന് 2 എണ്ണം എടുത്ത് വറുക്കണമെന്ന്. അമ്മ അങ്ങനെ 2-3 എണ്ണം എടുത്ത് വറുത്തു. പിന്നെ മാങ്ങാച്ചാറൊക്കെ കൂട്ടി ഞാൻ കഞ്ഞി കുടിച്ചു. എൻ്റെ ചുമയുടെ മരുന്ന് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കടയിൽ നിന്നൊരു മിൽക്കി ബാർ പൊക്കി ഗൈസ്. അത് ഞാൻ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഗുളിക ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സന്തത സഹചാരിയാണ് ഇപ്പോൾ ചുമയുടെ മരുന്ന്. ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ അതും കുടിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മിൽക്കി ബാറും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കടയിലോട്ട് പോകുന്ന മാത്രമേ അമ്മ കാണുന്നുള്ളൂ. ഞാൻ മിഠായി അടിച്ച് മാറ്റുന്ന അമ്മ കാണുന്നില്ല. വൈകിട്ടായപ്പോൾ ഞാൻ 1 ഗ്ലാസ് ചായ, അര ഗ്ലാസ് ചായയും ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റും പിന്നെ അതും എൻ്റെ സൈഡിൽ നിന്ന് ചുമയുടെ മരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് കഴിച്ചു. ചായയിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുകയല്ലേ നമ്മുടെ വികാരം മക്കളെ. അങ്ങനെ അതൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോൾ ഞാൻ പറഞ്ഞു കഞ്ഞി തന്നെ വേണ്ട, റിപ്പീറ്റ് അടിച്ച് എനിക്ക് മതിയായി. അമ്മിയിലെ കൊഞ്ചും മീനും ഒക്കെ മുരിങ്ങയ്ക്കയിട്ട കറി, നമ്മുടെ ഉച്ചയ്ക്കത്തെ ചൂര വറുത്തത്, അതുപോലെ തന്നെ ഉത്സവത്തിനുള്ള മാങ്ങച്ചാറും ഉത്സവത്തിനുള്ള ഇഞ്ചിക്കറിയും കൂട്ടി ഞാൻ കുറച്ച് ചോറ് കഴിച്ചോളൂ. ഇനി അങ്ങനെ ഛർദ്ദിച്ചാൽ എനിക്ക് പണി കിട്ടുമല്ലോ. പിന്നെ രാത്രി ഞാൻ എൻ്റെ പനിയുടെ ഗുളിക ഒരെണ്ണോടെ വന്നു കേട്ടോ. അതും കഴിച്ചിട്ട് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി.